ഇപ്പോഴത്തെ ഈ ചൂടിനും അതുപോലെ തന്നെ നോമ്പിനും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് ചേരുവകളൊക്കെ വേണ്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ചെറിയ സാലഡ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. സാധാ കുക്കുംബർ ആയാലും കുഴപ്പമൊന്നുമില്ല. സാലഡ് കുക്കുംബർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കഴിക്കാൻ. പിന്നെ ഇതിനെ കുറച്ചുകൂടി ടേസ്റ്റി ആക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂട് വെള്ളത്തിലൊന്ന് കുതിർത്തി 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ കുതിർത്താണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ കക്കിരിക്കാന്നാണ് പറയുക. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. തൊലി കളയണമെന്നുള്ളവർക്ക് കളയാട്ടോ. പിന്നെ മറ്റ് നമ്മൾ സാധാ കുക്കുംബർ എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തൊലി കളയണം. ഞാൻ അവിടെ സാലഡ് കുക്കുംബർ ആയതുകൊണ്ടാണ് തൊലി കളയാത്തത്. പിന്നെ തൊലിയോടെ നമ്മൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ കുടിക്കണം. കുറച്ച് നേരം എടുത്ത് വെക്കുകയാണെങ്കിൽ ചവർപ്പ് വരും തൊലി ഉണ്ടെങ്കിൽ. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായിട്ട് നമ്മൾ ചേർക്കണ്ട, കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് ഞാനത് അങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 2-3 ഏലക്ക ചേർത്താലും മതി. അപ്പോൾ ഇനി നമ്മൾ ഇത് നല്ലപോലെ അടിച്ചെടുക്കണം. പിന്നെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ തേന് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും തേന് ചേർക്കുന്നില്ല, പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ തേന് ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കേണ്ടി വരും. അപ്പം അതിന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ 1/2 ലിറ്റർ പാലിൻ്റെ അളവിലാണ് കേട്ടോ ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ആ തൊലിയൊന്നും ഇപ്പം കാണാനേ ഇല്ല. ഇപ്പോൾ ആ തൊലി നമ്മൾ ചേർത്തുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ടിരിക്കണത്. നമ്മൾ തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിൽ, ഒരു ലൈറ്റ് വൈറ്റ് കളറിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം പോലെ കുടിക്കാനാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിളപ്പിച്ച് ആറ്റിയിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് കട്ടയാക്കിയിട്ട് ചേർക്കുന്നില്ല. കാരണം ഇത് കുറച്ച് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല വലിച്ച് കുടിക്കാൻ പാകത്തിനാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ തൊലിയോടെ അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കാനാവുമ്പോൾ വേണം അടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ തൊലി കളഞ്ഞിട്ട് നേരത്തെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ കക്കിരിക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് വരുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.